എല്ലാവർക്കും നമസ്കാരം. PSCയുടെ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ 3 ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ഘടകങ്ങളെ പറ്റി പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2 ഘടകങ്ങളെ പറ്റി പറഞ്ഞു. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഘടകമായ സാമ്പത്തിക സാമൂഹിക സമിതി അല്ലെങ്കിൽ എക്കണോമിക്കൽ സോഷ്യൽ കൗൺസിൽ അല്ലെങ്കിൽ എക്കോസോക്ക് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. ഓക്കെ, ഈ സാമ്പത്തിക സാമൂഹിക സമിതിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്കാണ്. ന്യൂയോർക്കിലാണ് സാമ്പത്തിക സാമൂഹിക സമിതിയുടെ ആസ്ഥാനം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു ഒരു പോയിന്റ് ആണ് യുഎന്നിന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രാഷ്ട്രീയേതര സംഘടനയാണ് സാമ്പത്തിക സാമൂഹിക സമിതി. ഇനി ഇതിൽ അംഗങ്ങൾ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ നിലവിൽ ഇപ്പോൾ 54 അംഗങ്ങളാണുള്ളത്. ഈ ഘടകം രൂപീകരിക്കുന്ന സമയത്ത് തുടക്കത്തിൽ 18 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1946 രൂപീകരിക്കുന്നത്. 1946 ഇതിന് 18 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 54 അംഗങ്ങളാണ് ഉള്ളത്. ഇനി അംഗരാജ്യങ്ങളുടെ കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ അത് 3 വർഷമാണ്. അംഗരാജ്യങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരാണ് രാമസ്വാമി മുതലിയാർ ആണ് സാമ്പത്തിക സാമൂഹിക സമിതിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഓക്കെ, 1946 ഓക്കെ 1946 രാമസ്വാമി മുതലിയാർ ആണ് സാമ്പത്തിക സാമൂഹിക സമിതിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ സാമ്പത്തിക സാമൂഹിക സമിതിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ രാമസ്വാമി മുതലിയാർ. അപ്പോൾ അവിടെയുള്ള ഒരു ചോദ്യം ഇതാണ്, നിലവിലുള്ള പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് ബോബ്രിയാണ്. ബോബ്രിയെന്നോ എന്ത് വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം. ബോബ്രിയാണ്. അത് 80ാമത്തെ പ്രസിഡന്റ് ആണ്. അപ്പോ ഇതിന് തൊട്ട് മുമ്പുള്ള 79ാമത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാല് പൗല നാർവീസ് ആണ് 79ാമത്തെ പ്രസിഡന്റ്. ഇനി അവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രസിഡന്റിന്റെ കാലാവധി 1 വർഷമാണ്. സാമ്പത്തിക സാമൂഹിക സമിതിയുടെ പ്രസിഡന്റിന്റെ കാലാവധി 1 വർഷമാണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കാൻ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ആർട്ടിക്കിൾ 61, അത് നിർബന്ധമില്ല എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 61, അതായത് സാമ്പത്തിക സാമൂഹിക സമിതിയിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള UN ചാർട്ടറിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 61 ആണ്. അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചു കണ്ടില്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഓക്കെ, ഇനി അടുത്ത ഘടകത്തിലേക്ക് പോകുന്ന സമയത്ത് അതാണ് പരിരക്ഷണ സമിതി അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുന്ന വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് നോക്കിയാല് എന്താണ്, യുഎന്നിന്റെ കാലഹരണപ്പെട്ട ഘടകമാണ് പരിരക്ഷണ സമിതി അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. യുഎന്നിന്റെ കാലഹരണപ്പെട്ട ഘടകം ഏതാണെന്ന് ചോദിച്ചാല് പരിരക്ഷണ സമിതിയാണ് അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ആണ്. ഇത് എപ്പോഴാണ് സസ്പെൻഡ് ചെയ്തത് എന്ന് ചോദിച്ചാല് 1994 നവംബർ 1 ഇത് സസ്പെൻഡ് ചെയ്തു. 1994 നവംബർ 1 ഇത് സസ്പെൻഡ് ചെയ്തു. ഓക്കെ, ഇത് എന്തിനായിരുന്നു ചോദിച്ചാല് യുഎന്നിന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ട്രസ്റ്റി പ്രദേശങ്ങളുടെ ഭരണം നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഘടകം, അതായത് പരിരക്ഷണ സമിതിയാണ് യുഎന്നിന്റെ കീഴിലുണ്ടായിരുന്ന ട്രസ്റ്റി പ്രദേശങ്ങളുടെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. ആ പോയിന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കുക. യുഎന്നിന്റെ കീഴില് 11 ട്രസ്റ്റി പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 11 ട്രസ്റ്റി പ്രദേശങ്ങൾ സ്വതന്ത്രമായതോടുകൂടി എന്തായി, ഈ UN പരിരക്ഷണ സമിതി UN ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ കാലഹരണപ്പെട്ടു. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ഒരു ചോദ്യം ഇതാണ്, ഏറ്റവും ഒടുവിലായിട്ട് പരിരക്ഷണ സമിതി വിട്ടുപോയ രാജ്യം അല്ലെങ്കിൽ സ്വതന്ത്രമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പലാവു ആണ്. ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൽ നിന്ന് ഏറ്റവും അവസാന സ്വതന്ത്രമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പലാവു ആണ്. പലാവു അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി പരിരക്ഷണ സമിതി വിട്ടുപോയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും പലാവു. ഇത്രയും കാര്യങ്ങൾ പരിരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി.
നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഈ കോടതി അറിയപ്പെടുന്നത് ലോക കോടതി എന്നറിയപ്പെടുന്നു. ലോക കോടതി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥാപിച്ചത് 1945-ലാണ്. പ്രവർത്തനം ആരംഭിച്ചത് 1946 ഏപ്രിൽ തൊട്ടാണ്. 1945 സ്ഥാപിച്ചു, പ്രവർത്തനം ആരംഭിച്ചത് 1946 ഏപ്രിൽ തൊട്ടാണ്. ഓക്കെ, അതിന്റെ ആസ്ഥാനം, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാല് ഹേഗ് ആണ്. ഹേഗ്, നെതർലാൻഡിലെ ഹേഗിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. നമ്മൾ പറഞ്ഞു ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് 6 ഘടകങ്ങളുണ്ട്, പ്രധാനപ്പെട്ട 6 ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതില് അമേരിക്കക്ക് പുറത്ത് ആസ്ഥാനം വരുന്ന ഒരേ ഒരു ഘടകം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. അമേരിക്കക്ക് പുറത്ത് ആസ്ഥാനം വരുന്ന ഒരേ ഒരു ഘടകം, പ്രധാനപ്പെട്ട ഘടകം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഏതാന്ന് ചോദിച്ചാല് ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ്. ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഔദ്യോഗിക ഭാഷ. ഓക്കെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ 6 ഉണ്ട്. അതിൽ 2 ഔദ്യോഗിക ഭാഷയായിട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചും. അതൊന്ന് ഓർത്തിരിക്കുക. ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ 15 ജഡ്ജിമാരുണ്ട്. 15 ജഡ്ജിമാർ. 15 ജഡ്ജിമാരുണ്ട്. ഓരോ ജഡ്ജിന്റെയും കാലാവധി 9 വർഷമാണ്. 9 വർഷമാണ് ജഡ്ജിമാരുടെ കാലാവധി. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കം ഉണ്ടാവില്ലേ, പല രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കം ഉണ്ടാവും, അതിന് തീർപ്പാക്കും, അതിനുള്ള തീരുമാനങ്ങളെ എടുക്കും. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി എടുക്കും. പിന്നെ ഇവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാല് അംഗരാജ്യങ്ങളുടെയും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികളുടെയും പ്രശ്നങ്ങൾക്ക്, നിയമപ്രശ്നങ്ങൾക്ക് നിയമ ഉപദേശം നൽകും. അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്താ ചെയ്യാന്ന് ചോദിച്ചാല് അംഗരാജ്യങ്ങളുടെയും ഏജൻസികളുടെയും നിയമപ്രശ്നങ്ങൾക്ക് നിയമ ഉപദേശങ്ങൾ നൽകും. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ സമ്മേളനത്തിനുള്ള ക്വാറം തികയ്ക്കാൻ ആവശ്യമായ ജഡ്ജിമാർ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ സമ്മേളനത്തിലുള്ള ക്വാറം തികയ്ക്കാൻ ആവശ്യമായ ജഡ്ജിമാരുടെ എണ്ണം 9 ആണ്. 9 ജഡ്ജിമാരാണ് സമ്മേളനത്തിന് ക്വാറം തികയ്ക്കാൻ ആവശ്യമായ ജഡ്ജിമാരുടെ എണ്ണം. നമ്മൾ പറഞ്ഞു ജഡ്ജിമാരുടെ കാലാവധി 9 വർഷമാണെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും, അല്ലെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഒരു ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നും പറയാം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും കാലാവധി ചോദിച്ചാല് 3 വർഷമാണ്. ഒരു 9 വർഷം ജഡ്ജിയായിട്ട് ഇരിക്കാം. അതില് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ വരുന്ന വർഷം 3 വർഷം മാത്രമാണ്. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇനി ആരൊക്കെയാണ് ഈ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയും സെക്യൂരിറ്റി കൗൺസിലും, പൊതുസഭയും രക്ഷാസമിതിയും കൂടി ചേർന്നിട്ടാണ് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്. ആ കാര്യം ഓർത്തിരിക്കുക. ജഡ്ജിമാരെ കേസ് പറയുന്ന സമയത്ത് അപ്പൊ നമുക്ക് ആദ്യത്തെ ജഡ്ജ് ആരാന്നുള്ള ചോദ്യം ഉണ്ടാവുമല്ലോ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആദ്യത്തെ ജഡ്ജ് ആരാന്ന് ചോദിച്ചാല് ജോസ് ഗസ്റ്റാവോ ഗുറേറോ. ജോസ് ഗസ്റ്റാവോ ഗുറേറോ. അതെന്താ പ്രൊണൗൺസിയേഷൻ നിങ്ങൾ ഇഷ്ടമുള്ള നോക്കുക, സ്പെല്ലിംഗ് നോക്കിയാൽ മതി. ജോസ് ഗസ്റ്റാവോ ഗുറേറോ. ഓക്കെ, ഇനി 2024 നിയമിതനായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാല് നവാബ് സലാം ആണ് 2024 നിയമിതനായ പ്രസിഡന്റ്. ഓക്കെ, ഇതിന്റെ പ്രസിഡന്റ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ്. ഇനി നമുക്ക് ഓർമ്മിച്ചിരിക്കേണ്ട ഒന്നാണ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാല് BN റാവു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തവണ കയറി വരുന്ന ഒരു പേരാണ് BN റാവു. അത് ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാല് അത് BN റാവു ആണ്. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് ആയ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാല് ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ് ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യക്കാരൻ. ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ BN റാവു, പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യക്കാരൻ ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ്. അത് രണ്ടും ഓർത്തിരിക്കാം. ഇനി നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അംഗമായ
ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാല് ജസ്റ്റിസ് ദൽവീർ ഭണ്ഡാരി. ജസ്റ്റിസ് ദൽവീർ ഭണ്ഡാരിയാണ് നിലവിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗമായ ഇന്ത്യക്കാരൻ. ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ആദ്യത്തെ പ്രസിഡന്റിന്റെ കേസ് പറഞ്ഞു, അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് ആദ്യത്തെ വുമൺ പ്രസിഡന്റ്, ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാല് റോസ്ലിൻ സി ഹിഗിൻസ്. റോസ്ലിൻ സി ഹിഗിൻസ്. ഓക്കെ, ആ പേര് ഒന്ന് ഓർത്തിരിക്കാം. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതി പഠിക്കുമ്പോൾ തന്നെ കൂടെ തന്നെ പഠിച്ചു പോകേണ്ട ഒരു മറ്റൊരു കാര്യമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അല്ലെങ്കിൽ ICC. ഓക്കെ, ഇനി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് നോക്കുന്ന സമയത്ത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അത് നോക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ എന്തെല്ലാം നോക്കിയാല്, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിതമായത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1998 ജൂലൈ 17 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിതമായത് 1998 ജൂലൈ 17 ഇനി നിലവിൽ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2002 ജൂലൈ 1 നിലവിൽ വന്നത്. 2002 ജൂലൈ 1 നിലവിൽ വന്നു. സ്ഥാപിതമായത് 1998 ജൂലൈ 17. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കാം. അപ്പോ സ്ഥാപിതമാകുന്ന സമയത്ത് ആസ്ഥാനം എവിടെ അല്ലെങ്കിൽ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഹേഗ് ആണ്. ഹേഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനം. ഓക്കെ, ഇനി അംഗസംഖ്യ എത്രയെന്ന് ചോദിച്ചാല് 124 അംഗസംഖ്യ. 124ാമതായിട്ട് വന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് മലേഷ്യ ആണ്. ഓക്കെ, ഇനി എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിതമായതെന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം ഇതാണ്. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന രാഷ്ട്ര തലവന്മാരെ വിചാരണ ചെയ്യാനായി സ്ഥാപിതമായ കോടതിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന രാഷ്ട്ര തലവന്മാരെ വിചാരണ ചെയ്യാനായി സ്ഥാപിതമായ അല്ലെങ്കിൽ നിലവിൽ വന്ന കോടതിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. ആ കാര്യം ഓർത്തിരിക്കുക. ഇനി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ജഡ്ജിമാരുണ്ടാവും. ജഡ്ജിമാരുടെ എണ്ണം ചോദിച്ചാൽ അത് 18 18 ജഡ്ജിമാരാണ് ഉള്ളത്. കാലാവധി, ഒരു ജഡ്ജിന്റെ കാലാവധി ചോദിച്ചാല് 9 വർഷമാണ്. 9 വർഷമാണ് ജഡ്ജിന്റെ കാലാവധി. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാല് ഫസ്റ്റ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാല് ഫിലിപ്പ് കിർഷ് ആണ്. അദ്ദേഹത്തിന്റെ രാജ്യം കാനഡയാണ് ഫിലിപ്പ് കിർഷിന്റെ രാജ്യം. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോ അവിടെയുള്ള ഒരു മറ്റൊരു ചോദ്യമാണ്, ഇപ്പോഴുള്ള നിലവിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാല് ജസ്റ്റിസ് ടൊമോക്കോ അക്കാനെ. രാജ്യം ജപ്പാനാണ്, ജപ്പാനീസ് ആണ്. ഓക്കെ, ഈ കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിചാരണ ചെയ്ത ആദ്യ രാഷ്ട്ര തലവൻ ആരാന്ന് ചോദിച്ചാല് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിചാരണ ചെയ്ത ആദ്യ രാഷ്ട്ര തലവൻ ആരാന്ന് ചോദിച്ചാല് സ്ലോബോദാൻ മിലോസെവിക്. ഇദ്ദേഹം മുൻ യുഗ്ലോസ്ലാവിയൻ പ്രസിഡന്റ് ആണ്. ഓക്കെ, ഈ പോയിന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു രാജ്യത്തിന്റെ പേരാണ് ബൂറുണ്ടി. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാല് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം ഉപേക്ഷിച്ച ആദ്യ രാജ്യമാണ് ബൂറുണ്ടി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം ഉപേക്ഷിച്ച ആദ്യ രാജ്യമാണ് ബൂറുണ്ടി. ആ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞു 124ാമതായിട്ട് അംഗത്വം സ്വീകരിച്ച രാജ്യം മലേഷ്യ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ആ പേര് കൂടി, മലേഷ്യന്റെ 124ാമത്തെ രാജ്യം മലേഷ്യ എന്നും കൂടി അത് ഓർത്തിരിക്കാം. ഇനി നമുക്ക് പോകാനുള്ളത് യുഎന്നിന്റെ 6ാമത്തെ ഘടകം, നമ്മൾ 6ാമതായിട്ട് പറയാൻ പോകുന്ന ഘടകമായ സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ് സെക്രട്ടേറിയറ്റ് എന്ന് ചോദിച്ചാല് യുഎന്നിന്റെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന ഘടകമാണ് സെക്രട്ടേറിയറ്റ്. യുഎന്നിന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന ഘടകമാണ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ന്യൂയോർക്കിലാണ് സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാനം. സെക്രട്ടേറിയറ്റിന്റെ അധിപൻ ആരാന്ന് ചോദിച്ചാൽ സെക്രട്ടറി ജനറൽ ആണ്. സെക്രട്ടേറിയറ്റിന്റെ
അധിപൻ. സെക്രട്ടറി ജനറലിന്റെ കാലാവധി 5 വർഷമാണ് ഒരു സെക്രട്ടേറിയറ്റ് ജനറലിന്റെ കാലാവധി. സെക്രട്ടേറിയറ്റ് ജനറലിന്റെ ഔദ്യോഗിക വസതി എവിടെയെന്ന് ചോദിച്ചാല് മാൻഹട്ടനിലെ സട്ടൺ പ്ലേസിലാണ് സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതി. ഇനി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി ജനറലുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഐക്യരാഷ്ട്ര സംഘടനയിലെ സ്ഥിരാംഗങ്ങൾ ഉണ്ടല്ലോ, സ്ഥിരാംഗങ്ങളിലെ അതായത് 5 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സെക്രട്ടറി ജനറലിന്റെ സ്ഥാനത്തേക്ക് മത്സരിക്കാനാകില്ല. സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള 5 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാനാവില്ല. ഇനി സെക്രട്ടറി ജനറലിനെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചാല് സെക്യൂരിറ്റി കൗൺസിലിലെ രക്ഷാസമിതി സെക്യൂരിറ്റി കൗൺസിലിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പൊതുസഭയാണ് സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്നത്. സെക്യൂരിറ്റി കൗൺസിലിന്റെ ശുപാർശ പ്രകാരം പൊതുസഭയാണ് സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ട മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ സെക്രട്ടറി ജനറലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ സെക്രട്ടറി ജനറലിന്റെ കടമ എന്താണ് അവരുടെ ഡ്യൂട്ടി എന്ന് ചോദിച്ചാല് പൊതുസഭയിൽ അധ്യക്ഷത വഹിക്കുക. പിന്നെ അടുത്തൊരു ഡ്യൂട്ടിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് സമർപ്പിക്കുക. ഇനി ഏറ്റവും അവസാനത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ വക്താവായിട്ട് പ്രവർത്തിക്കുക. ഇനി സെക്രട്ടറി ജനറലുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് ആൾക്കാരുടെ വ്യക്തികളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യത്തെ ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാല് ഗ്ലാഡ്വിൻ ജബ്ബ് ആണ്. 1945 തൊട്ട് 1946 വരെയാണ് ആദ്യത്തെ ആക്ടിംഗ് സെക്രട്ടറി ജനറൽ. അത് ഗ്ലാഡ്വിൻ ജബ്ബ് ആണ്. ഓക്കെ, ആ പേരൊന്ന് ഓർത്തിരിക്കുക. ഇനി ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാല് ട്രിഗേലി ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് ട്രിഗേലിയുടെ കാലയളവ് 1946 തൊട്ട് 52 വരെയാണ്. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇദ്ദേഹമാണ് ട്രിഗേലിയാണ് ആദ്യത്തെ യൂറോപ്പുകാരൻ. സെക്രട്ടറി ജനറലായ ആദ്യ യൂറോപ്പുകാരൻ ആരാണ്? ട്രിഗേലിയാണ്. ഇനി അതേപോലെ തന്നെ സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ആദ്യ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാലും ട്രിഗേലിയാണ്. രാജിവെക്കാനുള്ള കാരണം ചോദിച്ചാൽ 1953 ഒരു കൊറിയൻ യുദ്ധമുണ്ട്. കൊറിയൻ യുദ്ധത്തിൽ USSRന്റെ നിലപാട് അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഈ ട്രിഗേലി രാജിവെക്കുന്നത്. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ഡാഗ് ഹാമർഷോൾഡ് ആണ് 1953 തൊട്ട് 1961 വരെ എന്താ പറയാ സെക്രട്ടറി ജനറൽ ആയിട്ട് സ്ഥാനത്തുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഡാഗ് ഹാമർഷോൾഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് സർവീസിലിരിക്കെ വിമാനാപകടത്തിൽ മരണപ്പെട്ട ഏക സെക്രട്ടറി ജനറൽ ആണ് ഡാഗ് ഹാമർഷോൾഡ്. അപ്പൊ ഇങ്ങനെ ചോദ്യം വന്നു, സർവീസിലിരിക്കെ വിമാനാപകടത്തിൽ മരണപ്പെട്ട UN സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ ഡാഗ് ഹാമർഷോൾഡ് ആണ്. ഇദ്ദേഹത്തിന് മരണാനന്തരം 1961 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മരണാനന്തരം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഏക സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാല് മരണാനന്തരം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഏക സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാല് ഡാഗ് ഹാമർഷോൾഡ് ആണ്. ആ പേര് കൂടി ഈ പോയിന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഡാഗ് ഹാമർഷോൾഡുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഡാഗ് ഹാമർഷോൾഡിന്റെ പേരിലാണ് UN ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന പോരാളികൾക്ക് നൽകുന്ന മെഡൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന പോരാളികൾക്ക് നൽകുന്ന മെഡൽ ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ആ കാര്യം കൂടി ഓർത്തിരിക്കാം. ഇനി അവസാനത്തെ ഒരു പോയിന്റ് ആണ്, ഇദ്ദേഹത്തിന്റെ പേരിലാണ് UN ലൈബ്രറി ഐക്യരാഷ്ട്ര സംഘടനയുടെ ലൈബ്രറി നാമകരണം ചെയ്തിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കാണ്. ഇത് പറയുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട മറ്റു ചില പോയിന്റുകളാണ്. UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക്. ഇതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല് UN സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ്. UN സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കോസ്റ്ററിക്ക. ഈ 3 കാര്യങ്ങളും അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് യൂത്താണ്ട്. യുഎന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയ ആദ്യ ഏഷ്യക്കാരൻ ആരാന്ന് ചോദിച്ചാല്
യു താണ്ട് ആണ്. യു താണ്ട് മ്യാൻമാർ ആണ് രാജ്യം. 1961 തൊട്ട് 71 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഭരണ കാലയളവ്. സെക്രട്ടറി ജനറൽ ആയിട്ട് ഇരുന്നത് ഇദ്ദേഹം തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം UN സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തി. അതായത് UN സെക്രട്ടറി ജനറൽ ആയിരുന്ന ഏറ്റവും കൂടുതൽ കാലം UN സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ യു താണ്ടാണ്. ഈ UN സെക്രട്ടറി ജനറൽ ആയ ആദ്യ ഏഷ്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അതും യു താണ്ടാണ്. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്ത ഒരു പോയിന്റ് ആണ്, UN സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശേഷം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാല് കൂർട്ട് വാൾഡ്. അതായത് UN സെക്രട്ടറി ആയിരുന്ന സ്ഥാനത്ത് നിന്ന് അതിനുശേഷം വിരമിക്കുന്നു. അതിനുശേഷം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആവുന്ന ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാല് കൂർട്ട് വാൾഡ് ഹെയിം. ഇദ്ദേഹം UN സെക്രട്ടറി ജനറൽ ആയിരുന്ന കാലയളവ് ചോദിച്ചാൽ 1972 തൊട്ട് 81 വരെയാണ്. ഇനി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയെന്ന് ചോദിച്ചാൽ ഓസ്ട്രിയൻ പ്രസിഡന്റ് ആണ്. ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം ആയത്. UN സെക്രട്ടറി ആയി, അതിനുശേഷം വിരമിക്കുന്നു, അതിനുശേഷം ഓസ്ട്രിയന്റെ പ്രസിഡന്റ് ആവുന്നു. അങ്ങനെ ഒരു രാജ്യത്തിന് UN സെക്രട്ടറി ജനറൽ ആയ ശേഷം വിരമിച്ച അതിനുശേഷം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ കൂർട്ട് വാൾഡ് ഹെയിം. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. പ്രസിഡന്റ് ആയ പോലെ തന്നെ UN സെക്രട്ടറി ജനറൽ ആയ ശേഷം വിരമിച്ച ശേഷം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട് ഒരാൾ. അങ്ങനെ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശേഷം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ജാവിയർ പാരസ് ഡി ക്വയർ. ഓക്കെ, ഇദ്ദേഹം പെറു എന്നുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ആയത്. ഇദ്ദേഹം സെക്രട്ടറി ജനറൽ ആയിട്ടിരുന്ന കാലയളവ് ചോദിച്ചാൽ 1972 തൊട്ട് 1991 വരെയുള്ള കാലയളവിലാണ് ഇദ്ദേഹം സെക്രട്ടറി ജനറൽ ആയിട്ടുണ്ടായിരുന്നത്. ഇനി അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ അതും ജാവിയർ പാരസ് ഡി ക്വയർ ആണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യ സെക്രട്ടറി ജനറൽ UN സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാല് ജാവിയർ പാരസ് ഡി ക്വയർ. ഓക്കെ, ഈ കാര്യം ഓർത്തിരിക്കാം. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ആഫ്രിക്കക്കാരനായ ആദ്യ ജനറൽ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാല് ബുട്രോസ് ഗാലി. ഇദ്ദേഹം തന്നെയാണ് ഏറ്റവും കുറച്ചു കാലം UN സെക്രട്ടറി ജനറൽ ആയിരുന്ന ആള്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നു, ആഫ്രിക്കക്കാരനായ ആദ്യ UN സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാല് ബുട്രോസ് ഗാലി. ഇനി ഏറ്റവും കുറവ് കാലം UN സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാല് അതും ബുട്രോസ് ഗാലി. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കാം. ഇനി നൊബേൽ സമ്മാനം ലഭിച്ച രണ്ടാമത്തെ UN ജനറൽ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാല് അത് കോഫി എ അന്നൻ ആണ്. നമ്മൾ നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കോഫി എ അന്നൻ ആണ് നൊബേൽ സമ്മാനം ലഭിച്ച രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ ആണ്. UN സെക്രട്ടറി ജനറൽ ആണ് കോഫി എ അന്നൻ. ഇദ്ദേഹമാണ് കറുത്ത വർഗ്ഗക്കാരനായ ആദ്യ UN സെക്രട്ടറി ജനറൽ. ആരാന്ന് ചോദിച്ചാൽ അതും കോഫി എ അന്നൻ ആണ്. ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് 2001 ഐക്യരാഷ്ട്ര സംഘടനയുടെ കൂടെ തന്നെ സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് കോഫി എ അന്നൻ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ പോയിന്റ് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, എയ്ഡ്സ്, ക്ഷയം, മലേറിയ എന്നീ രോഗങ്ങൾ ചെറുക്കാൻ വേണ്ടി ഒരു ഗ്ലോബൽ ഫണ്ട്, ഒരു അന്താരാഷ്ട്ര ഫണ്ട് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാല് UN സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാല് കോഫി എ അന്നൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒന്നാണ് 2005 പീസ് ബിൽഡിംഗ് കമ്മീഷനും മനുഷ്യാവകാശ കൗൺസിലും രൂപീകരിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാല് നമ്മുടെ കോഫി എ അന്നൻ ആണ്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്, UN വുമൺ സ്ഥാപിക്കാൻ പ്രവർത്തിച്ച സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാല് ബൻ കി മൂൺ ആണ് UN വുമൺ സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിച്ച UN സെക്രട്ടറി ജനറൽ. ഇദ്ദേഹത്തിന്റെ കാലയളവ് 2007 തൊട്ട് 2016 വരെയാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, കാലാവസ്ഥാ വ്യതിയാനത്തിന് ഊന്നൽ നൽകിയ സെക്രട്ടറി ജനറൽ UN സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാല് അതും ബൻ കി മൂൺ ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ സെക്രട്ടറി ജനറൽ പറഞ്ഞു, അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട്
നിലവിലെ UN സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ അന്റോണിയോ ഗുട്ടറസ് 2017 തൊട്ടാണ് ഇദ്ദേഹത്തിന്റെ കാലയളവ് തുടങ്ങുന്നത്. ഇപ്പോഴും ഇദ്ദേഹം തന്നെയാണ് UN സെക്രട്ടറി ജനറൽ ആയിട്ട് നിലനിൽക്കുന്നത്. ഇദ്ദേഹം ഒമ്പതാമത്തെ UN സെക്രട്ടറി ജനറൽ ആണ്. അതുകൂടി ഓർത്തിരിക്കുക, 9ാമത്തെ UN സെക്രട്ടറി ജനറൽ ആണ്. ഇനി അതിനുശേഷം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പ്രൈം മിനിസ്റ്റർ ആയ ശേഷം, ആദ്യം പ്രൈം മിനിസ്റ്റർ ആയ ശേഷം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയ ശേഷം UN സെക്രട്ടറി ജനറൽ ആയ ആദ്യ വ്യക്തിയാണ് അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത് പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ആ പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് UN സെക്രട്ടറി ജനറൽ ആവുന്നത്. അങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയ ശേഷം UN സെക്രട്ടറി ജനറൽ ആവുന്ന ആദ്യത്തെ വ്യക്തിയാണ് അന്റോണിയോ ഗുട്ടറസ്. ഇത്രയും കാര്യങ്ങൾ സെക്രട്ടറിമാരുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, അത് ഇന്ത്യയുടെ കേസ് പറയുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ എന്നാൽ ഓർത്തിരിക്കേണ്ട ഒരു ചെറിയ 2 പോയിന്റ് കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. സംഘടനയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ലൂയി ഫ്രക്കറ്റ് ആണ് ആദ്യത്തെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി. അതൊന്ന് ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിന്റെ രാജ്യം കാനഡ. ഇനി നിലവിലെ UN ഐക്യരാഷ്ട്ര സംഘടനയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അമീന ജെ മുഹമ്മദിന്റെ രാജ്യം ഏതാന്ന് ചോദിച്ചാല് അത് നൈജീരിയക്കാരിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. ഇനി അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.